ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് സെൻട്രൽ ജർമ്മനിയിലെ തുറിങ്കിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ എർഫ്യൂട്ടിലാണ്. ഈ സ്ട്രീറ്റ്സിനൊക്കെ നല്ലൊരു മിഡീവൽ വൈബ് ഉണ്ട്. ഈ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും ഹാഫ് ടിമ്പേർഡ് ആയിട്ടുള്ള വീടുകളൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വേൾഡ് വാർ 2 സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാത്തൊരു സിറ്റിയാണ് എർഫൂട്ട്. അതുകൊണ്ട് ആ പഴമയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ സിറ്റിയിൽ കാണാൻ പറ്റും. ജർമ്മനിയിൽ സ്പ്രിംഗ് ആവുമ്പം പബ്ലിക് പ്ലേസസിലെല്ലാം പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കും. ഇവിടെ ഈ പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടില്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മെർച്ചൻസ് ബ്രിഡ്ജ്. ജർമ്മനിൽ അതിന് ക്രേമർ ബ്രൂക്ക് എന്നാണ് പറയുന്നത്. ഇത് എർഫൂട്ടിലെ ഒരു ഫേമസ് പോയിന്റ് ആണ്. ഈ പാലത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ പാലത്തിന്റെ മുകളിൽ മുഴുവൻ വീടുകളും കടകളും ഒക്കെയാണ്. ഇങ്ങനെ രണ്ട് വശത്തും ബിൽഡിങ്സ് ഉള്ള യൂറോപ്പിലെ ലോങ്സ്റ്റ് മിഡീവൽ ബ്രിഡ്ജാണ് ക്രേമർ ബ്രൂക്ക്. ഇതാണ് കേട്ടോ ബ്രിഡ്ജിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. അപ്പോൾ ഇതാണ് എർഫൂട്ടിലെ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ആൾട്ട്സ്റ്റാdt. ഇത് നല്ല ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അട്രാക്ഷൻ. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എർഫൂട്ടർ ഡോം, റൈറ്റ് സൈഡിലുള്ളതാണ് സിവിയറിക് ഹിർഷ്. ഞങ്ങൾ പോയത് ഈസ്റ്റർ സമയത്തായതുകൊണ്ട് ഡോം പ്ലാറ്റ്സിൽ ഒരു എക്സിബിഷൻ പോലൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കത്തീഡ്രലിന് കൊളോൺ കത്തീഡ്രലിൻ്റെ ഒരു ഛായ ഉണ്ടെങ്കിലും അത്രയും വലിപ്പമില്ല കേട്ടോ. രണ്ടും ഗോത്തിക് ആർക്കിടെക്ചർ ആയത് കാരണമായിരിക്കും നമുക്കൊരു സിമിലാരിറ്റി തോന്നണേ. അങ്ങനെ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ അകത്ത് കയറി. ഈ ഒരു ഗ്ലാസ് പെയിൻറ്റഡ് വിൻഡോസ് പൊതുവേ ഇവിടെ പള്ളികളിൽ കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുറച്ച് നേരം കൂടെ ആ ഡോം പ്ലാറ്റ്സിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ആൾട്ട്സ്റ്റാഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ഞങ്ങളുടെ ഐസ്ക്രീം ടൈം. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇത്. അപ്പോഴാണ് നമ്മൾ ഈ പുള്ളിനെ കണ്ടത്. ആമി അവൾക്കൊരു ഹാർട്ട് ഷേപ്പ് ബലൂൺ വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അടിപൊളിയായിട്ടില്ലേ? എർഫ്യൂട്ടിലെ ഒരു ജർമ്മൻ ടെലിവിഷൻ ചാനലാണ് കീക്ക. ഇതൊരു കുട്ടികളുടെ ചാനലാണ്. ആ ചാനലിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ സ്കൾപ്ചേഴ്സൊക്കെ പല സ്ഥലത്തുമായിട്ടും ഇവർ വെച്ചിട്ടുണ്ട്. ട്യൂറിംഗിയയിൽ വന്നിട്ട് ഒരു ട്യൂറിംഗർ ബ്രാറ്റ്വൂസ്റ്റ് കഴിക്കേണ്ട പോണത് എങ്ങനെയാണല്ലേ? കൂടെ ഒരു പോർക്ക് നക്കലും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.